വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ലോട്ടറി വിതരണക്കാരുടെ നികുതി സംബന്ധിച്ച് സുപ്രീം കോടതി അടുത്തിടെ ഒരു വിധി പുറപ്പെടുവിച്ചു. ലോട്ടറികൾക്ക് നികുതി ചുമത്തുന്നതിൽ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിനുമുള്ള അധികാരത്തെ ഈ തീരുമാനം വ്യക്തമാക്കുന്നു. ലോട്ടറികളുടെ പ്രചരണവും ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നികുതി ചുമത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് വിധിയിൽ വ്യക്തമായി പറയുന്നു. 2012 സിക്കിം ഹൈക്കോടതി വിധിയിൽ നിന്നാണ് ഈ വിധി ഉരുത്തിരിഞ്ഞത്. അതിപ്പോൾ ശരിവച്ചിരിക്കുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് IIT മദ്രാസും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO എന്നിവ സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യയിൽ ഒരു നാഴികക്കല്ല് പിന്നിട്ടു. IRIS ഇൻഡിജിനസ് RISC കൺട്രോളർ ഫോർ സ്പേസ് ആപ്ലിക്കേഷൻസ് എന്ന് പേരിട്ടിരിക്കുന്ന എയ്റോസ്പേസ് ഗുണനിലവാരമുള്ള ശക്തി അധിഷ്ഠിത സെമി കണ്ടക്ടർ ചിപ്പ് അവർ വികസിപ്പിക്കുകയും വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തു. ഭൂമിയുടെ ആന്തരിക കാമ്പ് മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ സ്ഥിരത കുറഞ്ഞതാണെന്ന് സമീപകാല പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. നേച്ചർ ജിയോ സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണം സൂചിപ്പിക്കുന്നത് ആന്തരിക കാമ്പിനുള്ളിൽ ഘടനാപരമായ മാറ്റങ്ങൾ സംഭവിക്കാമെന്നാണ്. ഈ മാറ്റങ്ങൾ അതിൻ്റെ ഭ്രമണത്തെ ബാധിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തേക്കാമെന്ന് പുതിയൊരു പഠനം, അതായത് നേച്ചർ ജിയോ സയൻസ് ജേണലിലാണ് ഗവേഷണം സൂചിപ്പിക്കുന്നത്. 2025-30 വർഷത്തേക്കുള്ള പുതിയ വ്യവസായ നയം കർണാടക പ്രഖ്യാപിച്ചു. 7.5 ലക്ഷം കോടി നിക്ഷേപം ആകർഷിക്കാനും 20 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നു. എല്ലാ മേഖലകളിലുമുള്ള തുല്യമായ വളർച്ചയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വ്യാവസായിക വികസനം പ്രോത്സാഹിപ്പിക്കാനാണ് ഇത് ശ്രമിക്കുന്നത്. അപ്പോൾ പുതിയ വ്യവസായ നയം ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ കർണാടകയാണ് പ്രഖ്യാപിച്ചത്. മേഘാലയയിൽ റാഡ് ഹോൾ കൽക്കരി ഖനനം പുനരാരംഭിക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 371 പ്രയോഗിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട്. സംസ്ഥാനം തിരഞ്ഞെടുപ്പിന് തയ്യാറാവുന്നതിനിടെയാണ് ഇത് സംഭവിക്കുന്നത്. വോയിസ് ഓഫ് ദ പീപ്പിൾ പാർട്ടി ഇത് നിർദ്ദേശിച്ചു. മേഘാലയയിലാണ് കൽക്കരി ഖനനം പുനരാരംഭിക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 371 പ്രയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങളെ പിന്തുണയ്ക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ പുതിയ 15 പോയിന്റ് പരിപാടിയുടെ ലക്ഷ്യം. ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ആരംഭിച്ച ഇത് 6 വിജ്ഞാപനം ചെയ്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിടുന്നു. ഈ ഗ്രൂപ്പുകളിൽ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈന മതക്കാർ എന്നിവർ ഉൾപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങളെ പിന്തുണയ്ക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ പുതിയ 15 പോയിന്റ് പരിപാടിയുടെ ലക്ഷ്യം. മണിപ്പൂർ മുഖ്യമന്ത്രി N ബീരേൻ സിംഗ് രാജിവെച്ചതോടെ ഇന്ത്യൻ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി. കേന്ദ്രഭരണം ഒഴിവാക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ബദലുകൾ തേടുകയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 356 പ്രകാരം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് എവിടെയാണ്? മണിപ്പൂരാണ്. 2024 അഴിമതി ധാരണ സൂചികയിൽ, അതായത് CPI 180 രാജ്യങ്ങളിൽ ഇന്ത്യ 96-ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. 96-ാം സ്ഥാനത്താണ് ഇന്ത്യ. 2023 93-ാം സ്ഥാനത്തായിരുന്നു മുൻ റാങ്ക്. വിദഗ്ധ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പൊതുമേഖലാ അഴിമതിയുടെ തോത് CPI അളക്കുന്നു. അടുത്തിടെ ഇന്ത്യ ഗവൺമെൻറ് മൊത്ത ആഭ്യന്തര വിജ്ഞാന ഉൽപ്പാദനം ഗ്രോസ് ഡൊമസ്റ്റിക് നോളജ് പ്രൊഡക്റ്റ് അളക്കുന്നതിനുള്ള ഒരു നിർദ്ദേശം പുനരുജ്ജീവിപ്പിച്ചു. പരമ്പരാഗത മൊത്ത ആഭ്യന്തര ഉൽപ്പാദന മെട്രിക്കിന് അനുബന്ധമായി ഈ സംരംഭം ലക്ഷ്യമിടുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയമാണ് ഈ ശ്രമത്തിന് നേതൃത്വം നൽകുന്നത്. സുസ്ഥിര ഭൂഗർഭജല പരിപാലനം ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സംരംഭമാണ് അടൽ ഭൂജൽ യോജന അഥവാ അടൽ ജൽ. 2019 ഡിസംബർ 25 ആരംഭിച്ച ഇത് ഇന്ത്യയിലെ ഭൂഗർഭ ജലശോഷണം എന്ന നിർണായക പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നു. ജലക്ഷാമം നേരിടുന്ന 7 സംസ്ഥാനങ്ങളെയാണ് ഈ പദ്ധതി തുടക്കത്തിൽ ലക്ഷ്യമിട്ടത്. അപ്പോൾ എന്താണ് അടൽ ഭൂജൽ യോജന എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഭൂഗർഭ ജല പരിപാലനം ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സംരംഭമാണിത്. രഞ്ജി ട്രോഫി കേരളം സെമിയിൽ എത്തുന്നത് 2ാം തവണയാണ്. 2018-ലാണ് 2018-19 സെമി ഫൈനലിൽ വിദർഭ കേരളത്തെ തോൽപ്പിച്ചിരുന്നു. അതുപോലെ സെമിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2ാം തവണയാണ് എത്തുന്നത്. S സോമനാഥന് US നാഷണൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് അംഗത്വം. ISRO മുൻ ചെയർമാൻ S സോമനാഥന് US നാഷണൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലെ അംഗത്വമുണ്ട്. എഞ്ചിനീയറിംഗ്, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയാണ് സംഘടനയിൽ അംഗങ്ങളാക്കുന്നത്. സോമനാഥ് ഉൾപ്പെടെ 22 പേരാണ് രാജ്യാന്തര തലത്തിലെ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത്.
ഇന്ന് ദേശീയ റേഡിയോ ദിനമാണ്. അപ്പോൾ അതിൻ്റെ പ്രമേയം ചോദിച്ചാൽ റേഡിയോ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. താങ്ക് യു.